ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇഫ്താറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ 4 മണി സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോളയുടെ റെസിപ്പിയാണ്. കാണുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോള ആണെങ്കിലും പക്ഷേ ഇതിലെ മസാലക്കൂട്ട് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് കുറച്ച് കല്ലുമ്മക്കായ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ സൈസിലുള്ള ഒരു 15 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 നുള്ളു ഉപ്പ് മതിയാവും. ഈ ഒരു കല്ലുമ്മക്കായിൽ ചെറിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ ഗ്യാസ് കത്തിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതിലുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. എന്നിട്ട് ഇതങ്ങ് വറ്റിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇനി ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ കുറവാണെങ്കിൽ ഇടയ്ക്ക് 1 ടീസ്പൂണും കൂടെയൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പോൾ കാണുന്ന സമയത്ത് വളരെ കുറഞ്ഞ അളവിലല്ലേ കല്ലുമ്മക്കായ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് മതി കേട്ടോ. കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് വെച്ചാൽ നല്ല കൂടുതലുണ്ടാവും. നമ്മൾ ചിക്കനും ബീഫിനേക്കാളൊക്കെ കൂടുതൽ ഫ്ലേവർ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ എണ്ണം ഒരു 10-12 ഉണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് 1-2 പീസൊക്കെ ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വലുതായിട്ട് തന്നെ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വിടാமல் ഇതിലേക്ക് ചെറിയ 2 സവാള മതിയിട്ട് വലുത് വേണ്ട. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചെറുതായി മുറിച്ചതും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. കുറേ നേരം വഴറ്റി കളർ മാറ്റിയെടുക്കുകയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്നങ്ങ് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മാത്രം ബാക്കി മസാലകൾ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം കാശ്മീരി മുളക് പൊടി, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഓൾറെഡി കല്ലുമ്മക്കായ ഫ്രൈ ചെയ്ത സമയത്ത് അതിൽ മുളക് പൊടി ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ പൊടികളെ. ഇതിലേക്ക് പിന്നെ ഒരുപാട് മസാലപ്പൊടികൾ ചേർക്കേണ്ടിട്ട് ആ ഒരു കല്ലുമ്മക്കായുടെ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടണമെങ്കിൽ ചെറിയ രീതിയിലുള്ള മസാല മാത്രം മതിയാകും. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് ആ ഒരു കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒന്ന് അടച്ചിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ ഒന്നുകൂടെ അങ്ങ് സെറ്റായി വന്നോളൂ. ഇതുപോലെ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുള്ള ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ വലിയ ജാറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 3/4 കപ്പ് അളവിൽ മൈദയാണ് ഇട്ടെടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ സമയത്ത് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോട് ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ ചേർത്തിട്ട് അടിച്ചെടുത്താലും മതിയാകും. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് കട്ടിയല്ല, വളരെ ലൂസായിട്ടുള്ളതാ. ഇത് കറക്റ്റ് ആയിരിക്കും. ഇനി ഇതുപോലൊരു തവ അടിയിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിന് മേലേക്ക് ഇതുപോലെ ചെറിയൊരു ഫ്രൈ പാനാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മാവ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ബാക്കി വെക്കുകയൊന്നും വേണ്ട. എന്നിട്ട് വേഗം തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാവ് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഡയറക്റ്റ് ആ ഒരു പച്ചമാവിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാകും. മുഴുവൻ മസാല ഈ ഒരു രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മൾ മുൻപൊക്കെ പോള റെഡിയാക്കിയ സമയത്ത് ഇതിൻ്റെ മേലെ മാവ് ഒഴിച്ചിട്ടാണ് റെഡിയാക്കി. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് ഈ ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വെക്കുക. പിന്നെ ചെറിയ തീയിൽ ഒരു 15 മിനിറ്റൊക്കെ തന്നെ മതിയാവും. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കാം. മാവ് ഒട്ടി പിടിക്കുന്നതൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നടുഭാഗത്ത് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി വയ്ക്കിയാൽ മതി മാവ് വേവാത്തത് ഉണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ ഇത്തിരി സമയം കൂടെ അടച്ച് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. കാരണം ഒന്നാമത് ഇതുപോലെ കുറച്ച് വലിയ ഫ്രൈ പാനുമാണ്. പിന്നെ ഒരു ലെയർ മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് വേഗം ആയിക്കോളും. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കളർ മാറി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാനിലേക്ക് ഒരു ഇത്തിരി നെയ്യ് തടവിയിട്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം മതി. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ മേൽഭാഗത്താണല്ലോ മസാല കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഉള്ളിയൊക്കെ കരിഞ്ഞിട്ടുള്ള ടേസ്റ്റ് ആയി പോകും കൂടുതൽ സമയം വെച്ചാലിട്ട്. അപ്പോൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂട്ട് പരിപാടി. ആ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ മുറിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. കല്ലുമ്മക്കായ ഒരു 8-10 ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും മൊത്തത്തിൽ. കല്ലുമ്മക്കായ അങ്ങനെയാണല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കൈ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇഫ്താറിൻ്റെ ഒക്കെ സമയത്താണെങ്കിൽ ഇതുപോലെയൊക്കെ മുറിച്ച് ടേബിളിലൊക്കെ വെക്കുകയാണെങ്കിൽ കാണാനും നല്ലതായിരിക്കും, കഴിക്കാനും സൂപ്പറാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്